ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബേക്കറി സ്നാക്സ് ആണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയത് ഞാൻ പങ്കെടുത്തൊരു ഫുഡ് ട്രെയിനിങ് ക്ലാസ്സിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ നേന്ത്രപ്പഴമാണ്. അപ്പോൾ പച്ച നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ അതിനായി ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം എടുത്ത് കയ്യിലാക്കിയാൽ കയ്യിൽ കറൊന്നും ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മുഴുവനായിട്ടും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത പഴം സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കത്തിക്കൊണ്ട് കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ സാധാരണ ചിപ്സാണ് തയ്യാറാക്കുന്നതെന്ന് വിചാരിക്കും. നമ്മൾ തയ്യാറാക്കുന്നത് മസാല ചിപ്സാണ്. ഒരു പ്രത്യേക മസാല ഇട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഈ ഒരു ചിപ്സിന് നമുക്ക് ലൈസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഈ ചിപ്സ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും. നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമ്മൾ സാധാ ചിപ്സ് തയ്യാറാക്കുകയാണെങ്കിൽ ഈ ടൈമിൽ നമ്മൾ കുറച്ച് ഉപ്പ് കലർത്തിയ വെള്ളം ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത് മസാല ചിപ്സ് ആയതുകൊണ്ട് ഈ ടൈമിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ ചിപ്സിന് കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ കനം കുറച്ച് വേണം ഇതിന് നമ്മൾ പഴം കട്ട് ചെയ്തെടുക്കാൻ. കത്തിക്കൊണ്ടാണെങ്കിലും സ്ലൈസ് ചെയ്തെടുക്കുകയാണെങ്കിലൊക്കെ കനം കുറച്ച് ഒരേ കനത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിപ്സിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളൊരു മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലെങ്കിലും നമുക്ക് ചിപ്സ് കായ വറുത്ത് വരുമ്പോൾ ഈ കളർ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി അടുത്തതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും ചെയ്തെടുത്ത ശേഷം നമുക്ക് ആ എണ്ണയിൽ കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു പ്രത്യേക മസാലയൊക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് നോക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്ലാക്ക് സാൾട്ടാണ്. അപ്പോൾ ഇതിന് 22 രൂപയാണ് പ്രിൻ്റ് വില. നമുക്കൊരു 20 രൂപയ്ക്കൊക്കെയാണ് ഇത് കടയിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഇത് പറയാൻ കാരണം നമ്മൾ ജാമിൻ്റെ വീഡിയോ എടുത്ത ടൈമിൽ ലെമൺ സാൾട്ടിൻ്റെ വില അതിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വില പറഞ്ഞത്. നമുക്കിതിലേക്ക് വളരെ കുറച്ച് അളവിൽ മാത്രമാണ് ബ്ലാക്ക് സാൾട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത്രയും അളവിൽ ഇട്ട് കൊടുക്കാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. കാരണം ഇത് പെട്ടെന്ന് അധികമാവും. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ സാദാ ചില്ലി പൗഡർ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വറുത്ത് കോരി വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ല പോലെ മിക്സാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ബ്ലാക്ക് സാൾട്ടിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് വിതറി കൊടുക്കുക. അപ്പോൾ കൂടുതലാവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.